ഹായ് ഫ്രണ്ട്സ്, ഞാൻ സ്വപ്ന. എസ് ബി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വാഴക്കൂമ്പ് തോരനാണ്. ഞങ്ങളുടെ അവിടെ വാഴക്കൊടപ്പെന്നും പറയൂട്ട. അത് തോരൻ വയ്ക്കുന്നതാണ്. അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ആ വലതുവശത്ത് കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ഇനി ഞാൻ വാഴക്കൂമ്പ് തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. വളരെ എളുപ്പമാണ്, നല്ല വിറ്റാമിനുള്ള ഒന്നാണ് വാഴക്കൂമ്പ് അല്ലെങ്കിൽ കൊടപ്പൻ. അതിൻ്റെ ഇങ്ങനെ ഇത് പൊളിക്കണം, വെള്ള കളർ കാണുന്ന വരെ നമ്മൾ പൊളിച്ച് മാറ്റണം. അതിൻ്റെ പൂ എടുക്കും, പക്ഷേ ഇവിടെ കിട്ടണ ഫ്രഷ് അല്ലാത്തത് കൊണ്ട് ഞാൻ അതിൻ്റെ പൂ എടുക്കണില്ല കേട്ടോ. ആ കുഴപ്പൻ്റെ വെള്ള കളറ് കാണുന്നവരെ പൊളിച്ച് കളയണം. എന്നിട്ട് നമ്മൾ കൊത്തി കൊത്തി ചിലവരിത് മറ്റേ നടു പൊളിച്ചിട്ട് കുരുകുരുന്ന് അരിഞ്ഞെടുക്കും. ഞാനിങ്ങനെ കൊത്തി കൊത്തി ആണ് അരിയുക. നമ്മുടെ വീട്ടിൽ കാണിക്കുന്നത് ഇങ്ങനെയാണ് കണ്ടേക്കുന്നത്, അത് കാരണം ഞാനിങ്ങനെ ചെയ്യുക. ഇപ്പോഴത്തെ പിള്ളേരൊക്കെ നടു മുറിച്ചിട്ട് ചെറിയ ചെറിയ പീസുകളായിട്ട് കുരുകുരുന്ന് അരിഞ്ഞാണ് എടുക്കാറ്. ഇത് വളരെ വിറ്റാമിനാണ്. പക്ഷേ ഒരു കാര്യം ഉണ്ട് കേട്ടോ, ഏത് വാഴയുടെ എനിക്കറിയില്ല, ആ വാഴയുടെ കുടപ്പന എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല കയ്പ്പ് ആയിരിക്കും. അത് വെക്കാൻ പാടില്ല എന്നുണ്ട്. അത് ഏതിൻ്റെ കുടപ്പനാന്ന് എനിക്കറിയില്ല. ഞാനിവിടെ മസ്കറ്റിൽ 2 പ്രാവശ്യം മേടിച്ചിട്ടും എനിക്ക് കയ്പുള്ളത് കിട്ടിയത്. പിന്നെ ഞാൻ നോക്കുമ്പോൾ ഒരു തുണ്ട് ഞാൻ പൊട്ടിച്ച് വായിലിട്ട് നോക്കും, കയ്പുണ്ടെങ്കിൽ ഞാൻ എടുക്കാറില്ല. ഇതിപ്പോൾ കയ്പില്ലാതെ കിട്ടിയത് കൊണ്ട് മാത്രം ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിച്ച് തരുന്നതാണ്. വളരെ വിറ്റാമിൻ ഉള്ളതാണ്, ഫൈബർ ഉള്ളതാണ്, എല്ലാമാണ്. അത് കാരണം എല്ലാവരും ഇത് ഉപയോഗിക്കാൻ ശ്രമിക്കണം, നല്ലതാണ് കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ ഇത് ഇഷ്ടം പോലെയല്ലേ. അപ്പോൾ നാട്ടിലുള്ളവരോട് പ്രത്യേകം പറയണത്, നാട്ടിൽ തന്നെ ഇതുവരെ ഞാൻ കയ്പുള്ളത് കിട്ടിയിട്ടില്ല കേട്ടോ എനിക്ക്. നാട്ടിൽ നമ്മുടെ പറമ്പിലുള്ളത് കൊണ്ടാണോ എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഏതൊരു വാഴയുടെ കുടപ്പൻ നല്ല കയ്പാണ് കേട്ടോ. ഞാനിങ്ങനെ കൊത്തി കൊത്തിയാണ് അരിഞ്ഞെടുക്കുക. ഇത് വളരെ സിമ്പിളായിട്ടും ചിലർ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. ഞാൻ നടു മുറിച്ചിട്ട് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് അരിഞ്ഞെടുക്കാറുണ്ട് കട്ടിംഗ് ബോർഡിൽ. പക്ഷെ ഞാൻ കൈമ തന്നെയാണ് കൊത്തി അരിഞ്ഞെടുക്കാറ്. അത് കാരണം തന്നെയാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരണത്. ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും ഇങ്ങനെ അരിയാൻ അറിയില്ലായിരിക്കും. അത് അവർ വേണമെങ്കിൽ കട്ടിംഗ് ബോർഡിൽ ചെയ്തോട്ടെ. അപ്പോൾ കട്ടിംഗ് ബോർഡിൽ ഈ കറുത്ത കളർ വരും, അതിനുള്ള പണി ഞാൻ പറഞ്ഞു തരാം. അത് കട്ടിംഗ് ബോർഡ് ക്ലീൻ ആക്കാനും കത്തി ക്ലീൻ ആക്കാനും കൈ ക്ലീൻ ആക്കാനും. കൈ ചിലവർക്ക് കറുപ്പ് നിറം വരും, മറ്റേതാവുമ്പോൾ കയ്യിൽ വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. ഇപ്പോൾ ഇതിൽ ഞാൻ കൊത്തി എരിഞ്ഞു കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. എന്നിട്ട് കുറച്ച് മഞ്ഞപ്പൊടിയാണ് ഞാൻ ഇടണേ. കുറച്ച് മഞ്ഞപ്പൊടി എല്ലാത്തിനും നല്ലതാണ്. ഞാൻ എൻ്റെ എല്ലാത്തിലും കൂടുതൽ മഞ്ഞപ്പൊടി ഇടും. കുറച്ച് മഞ്ഞപ്പൊടി ഇടാം, എന്നിട്ടൊന്ന് തിരുമ്പാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇടാം. ഇതിൻ്റെ പാകത്തിനുള്ള ഉപ്പിട്ടാൽ നിങ്ങളുടെ പാകത്തിന് ഇട്ടോ. ഉപ്പും കൂടി ഇട്ടിട്ട് കൂട്ടി തിരുമ്പിയിട്ട് വേഗം തന്നെ വെക്കണം കേട്ടോ. കുറേ നേരം ഒന്നും വെക്കണ്ട, അരിഞ്ഞ് കഴിഞ്ഞാൽ എത്രയും വേഗം വെക്കുക, അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയത്. കണ്ട, ഇനി നമ്മുടെ കൂട്ടി തിരുമ്പി നന്നായിട്ട് അങ്ങോട്ട് വെച്ചാൽ മതി. ഇനി നമ്മുടെ കൈമൊക്കെ കറുപ്പ് നിറമായിട്ടുണ്ടാവും. ഇപ്പം കൈമ നമ്മൾ അരിഞ്ഞ കത്തിമ കറുപ്പ് നിറം ഉണ്ടാവും ഒക്കെ. അപ്പോൾ നമ്മൾ ഇത്തിരി വെളിച്ചെണ്ണ തേച്ചാൽ മതി കേട്ടോ, ഒക്കെ പൊക്കോളും. ആ കട്ടിംഗ് ബോർഡിലാണ് അരിയണതെന്ന് വെച്ചാൽ കട്ടിംഗ് ബോർഡുമ്പോഴും കുറച്ച് വെളിച്ചെണ്ണ തേച്ചിട്ട് നമ്മളൊന്ന് കഴുകി കളഞ്ഞാൽ മതി. നല്ല ക്ലീനായിട്ട് കിട്ടും കേട്ടോ. നമ്മളൊന്ന് കഴുകി വൃത്തിയായിട്ട് കഴുകിയാൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ വെച്ചത് തേങ്ങ, ഒരു കപ്പ് തേങ്ങയാണ് ഞാൻ എടുത്തേക്കണേ. പിന്നെ മുളക്, ചുമന്നുള്ളി, വേപ്പില. ഇത് ഞാൻ ഒതുക്കാണ് ചെയ്തേക്കണേ. നിങ്ങൾ മിക്സിയിലിട്ടാണെങ്കിൽ തന്നെ മിക്സിയിൽ ഒരടി അടിച്ചാൽ മതി കേട്ടോ. ചട്ടി വെച്ചു, കടുകിട്ട് കടുക് പൊട്ടട്ടെ. കടുക് നന്നായിട്ട് പൊട്ടണ്ട കേട്ടോ. കടുക് നന്നായിട്ട് പൊട്ടിയിട്ട് അല്ലാണ്ട് ബാക്കിയുള്ളത്. കടുക് പൊട്ടി കഴിഞ്ഞാൽ നമുക്ക് തീ കുറച്ചിടാം. അപ്പോൾ കടുക് പൊട്ടി കഴിഞ്ഞാൽ തീ കുറച്ചിട്ടാലാണ് നമ്മുടെ വേപ്പില അല്ലെങ്കിൽ പൊട്ടി തെറിക്കലായിരിക്കും കേട്ടോ. നമുക്ക് തീ കുറച്ചിട്ടിട്ട് കറിവേപ്പില ഇടാം. അതുപോലെ തന്നെ നമുക്ക് വറ്റൽമുളക് 2-3 എണ്ണം പിച്ചി ചീന്തിയിടണം. വറ്റൽമുളക് 2-3 എണ്ണം പിച്ചി ചീന്തിയിടാം. എന്നിട്ട് നമുക്ക് ഇത് ഇളക്കി കൊടുക്കാം.
വറ്റൽമുളക് മൂക്കണം. അല്ല, വറ്റൽമുളക് നന്നായിട്ട് മൂത്താലാണ് ഈ കറിക്കൊരു മണവും ടേസ്റ്റും ഒക്കെ വരുള്ളൂ. എന്നിട്ട് ഇനി നമുക്ക് നമ്മൾ കൊത്തി വെച്ചിട്ടുള്ള വാഴപ്പൂവ് അല്ലെങ്കിൽ കൊടപ്പൻ ഇതിലേക്കിടുക. വളരെ എളുപ്പമാണ്. അതുപോലെ തന്നെ നമ്മൾ ഒതുക്കി വെച്ചിട്ടുണ്ടല്ലോ തേങ്ങ, അരച്ചെടുക്കരുതിട്ട്, തേങ്ങ ജസ്റ്റ് ഒന്ന് ഒതുക്കിയാൽ മതി. അതും കൂടി ഇതിലേക്കിട്ട് ആവിയിലാണ് ഇത് വേവിക്കണേ. വെള്ളം ഒന്നും വേണ്ട, ആവിയിലാണ്. ഒന്ന് പാകത്തിന് ഈ തേങ്ങയ്ക്ക് കൂടിയുള്ള ഉപ്പിടണം. കുടപ്പനിലുള്ള ഉപ്പ് നമ്മൾ മുമ്പ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ തേങ്ങയ്ക്കും കൂടിയുള്ള ഉപ്പിട്ട് ഇളക്കുക. എന്നിട്ട് നമുക്ക് ഇതിൽ ഇത്തിരി കൂടി മഞ്ഞൾപ്പൊടി ഇടാം, അല്ലെങ്കിൽ ഒരു വെള്ള കളറല്ലേ കാണുന്നത്. അപ്പോൾ ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇടാം. മഞ്ഞൾപ്പൊടി ആരോഗ്യത്തിന് നല്ലതല്ലേ. എന്നിട്ട് നമുക്കൊന്ന് ഇളക്കി, കണ്ട, വളരെ എളുപ്പമുള്ള കറിയാണ്, പെട്ടെന്ന് വേവിട്ടത്. ഇളക്കി, നന്നായിട്ട് ഇളക്കി പൊത്തി മൂടി വെക്കാം. നമുക്ക് പൊത്തി കൊടുക്കാം. എന്നിട്ട് ഒരു പാത്രത്തിൻ്റെ അടപ്പനെടുത്ത് നമുക്ക് മൂടി വയ്ക്കണം. ഇത് കണ്ട, പാത്രത്തിൻ്റെ അടപ്പനെടുത്ത് മൂടി വയ്ക്കാം. 5 മിനിറ്റ് നേരം മതി. ഇതേ സാധനം വെന്തു കേട്ടോ. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം എല്ലായിടത്തും ആവി കയറി വെന്തിട്ടുണ്ട്. ഇതിന് കൂടുതൽ വേവ് വേണ്ട. ഇപ്പം നമുക്ക് ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ എരിവ് കുറവുണ്ടെങ്കിൽ ഇത്തിരി കുരുമുളക് പൊടി ഇട്ടാൽ മതി. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. കണ്ട, തീ ഓഫ് ചെയ്ത് നമുക്ക് ഇത് പകർത്തിയെടുക്കാം. വളരെ എളുപ്പമുണ്ടാക്കാൻ പറ്റുന്നതാണ്, കുട്ടികൾക്കൊക്കെ നല്ലതാണ്. എല്ലാവർക്കും എൻ്റെ വാഴക്കൂമ്പ് തോരൻ അല്ലെങ്കിൽ വാഴക്കൊടപ്പൻ തോരൻ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കേട്ടില്ലേ? അതുപോലെ തന്നെ ഇതിൻ്റെ പൂവും കൂടി എടുക്കൂട്ട. പക്ഷേ ആ പൂവ് ഞാൻ ഇവിടെ പഴകിയ വാഴക്കൊടപ്പനായതുകൊണ്ടാണ് കേട്ടോ.